എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. തൃതീയമൃഷി സർഗം ച ദേവർഷിത്വമുപേത്യസ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാ. ഒന്നുകൂടി നോക്കാം. തൃതീയമൃഷി സർഗം ച ദേവർഷിത്വമുപേത്യസ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥാ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. സഹ ദേവർഷിത്വം ഉപേത്യ തൃതീയം ഋഷി സർഗം ആചഷ്ട യതഃ കർമ്മണാം നൈഷ്കർമ്മ്യം സാത്വതം തന്ത്രം. ഒന്നുകൂടി മന്യം നോക്കാം. സഹ ദേവർഷിത്വം ഉപേത്യ തൃതീയം ഋഷി സർഗം ആചഷ്ട യതഃ കർമ്മണാം നൈഷ്കർമ്മ്യം സാത്വതാം തന്ത്രം. ഇനി ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. തൃതീയം ഋഷി സർഗം ച ദേവർഷിത്വം ഉപേത്യ സഹ തന്ത്രം സാത്വതം ആചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. ഒന്നുകൂടി പദങ്ങൾ നോക്കാം. തൃതീയം ഋഷി സർഗം ച ദേവർഷിത്വം ഉപേത്യ സഹ തന്ത്രം സാത്വതം ആചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. ഇനി പദങ്ങളുടെ അർത്ഥം നോക്കാം. തൃതീയം മൂന്നാമത്തെ, ഋഷിസർഗം ഋഷിമാരുടെ സൃഷ്ടി, ച കൂടാതെ, ദേവർഷിത്വം ഉപേത്യ ദേവർഷി സ്ഥാനം സ്വീകരിച്ച്, സഹ ഭഗവാൻ, സാത്വതം തന്ത്രം സ്വാത്വതന്ത്രം അഥവാ ഭക്തിമാർഗശാസ്ത്രം, ആചഷ്ട ഉപദേശിച്ചു, യതഃ അതിലൂടെ, കർമ്മണാം നൈഷ്കർമ്മ്യം കർമ്മങ്ങളിൽ നിന്ന് മോക്ഷം. ഇനി ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഈ ശ്ലോകം ഭഗവാന്റെ മറ്റൊരു ദിവ്യാവതാരത്തെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ ദേവർഷി നാരദ രൂപം സ്വീകരിച്ച് ഋഷിമാരുടെ സൃഷ്ടിയെയും ഭക്തിമാർഗത്തെയും ഉപദേശിച്ചു. ഭഗവാൻ സ്വാത്വതന്ത്രം അഥവാ ഭക്തിശാസ്ത്രം ഉപദേശിച്ചു. അത് നമ്മെ പഠിപ്പിക്കുന്നത് ഭക്തിയിലൂടെ കർമ്മബന്ധം നീങ്ങുമെന്ന്, ഭഗവാന്റെ മാർഗം നൈഷ്കർമ്മ്യത്തിലേക്ക് നയിക്കുന്നു എന്ന് ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടണമെന്നും അഭ്യർത്ഥിക്കുന്നു. തുടർന്നുള്ള വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. തുടർന്നുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.